രാജ്യവ്യാപകമായി യാത്രക്കാരെ വലച്ച് ഇൻഡിഗോ വിമാന സർവീസ്. പ്രതിസന്ധി തുടരുകയാണ്. ഇന്നും 1000-ഓളം സർവീസുകളെ ബാധിക്കുമെന്ന് കമ്പനി. മറ്റ് കമ്പനികൾ വിമാനനിരക്ക് കുത്തനെ കൂട്ടിയതും യാത്രക്കാരെ വലച്ചു. പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. മറ്റ് കമ്പനികളോട് നിരക്ക് കൂട്ടരുതെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡൽഹി, മുംബൈ, ചെന്നൈ തുടങ്ങിയ രാജ്യത്തെ മുഴുവൻ വിമാനത്താവളങ്ങളിലും ഇന്നും വിമാനങ്ങൾ റദ്ദാക്കിയതിനെ തുടർന്ന് യാത്രക്കാർ വലഞ്ഞു. ഇൻഡിഗോയിലെ പ്രതിസന്ധിയെ തുടർന്ന് മറ്റ് കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയത് യാത്രക്കാർക്ക് ഇരുട്ടടിയായി. ഡൽഹി തിരുവനന്തപുരം ടിക്കറ്റ് നിരക്ക് 30,000-ന് മുകളിലാണ്. ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്കുള്ള കുറഞ്ഞ നിരക്ക് 39,000 രൂപയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ സെൻട്രൽ റെയിൽവേ ഇന്നും നാളെയുമായി 6 സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ചു. സാഹചര്യം പരിശോധിച്ച് കൂടുതൽ ട്രെയിനുകളും കോച്ചുകളും അനുവദിക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ വ്യോമയാന മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. 4-അംഗ സമിതി ഇൻഡിഗോ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി വിശദീകരണം തേടും. ഈ മാസം 15-ന് റിപ്പോർട്ട് സമർപ്പിക്കും. DGCA ചട്ടങ്ങൾ നടപ്പാക്കാൻ മതിയായ സമയം ലഭിച്ചിട്ടും കമ്പനിയുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. അതേസമയം ഈ മാസം 15-ഓടെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് ഇൻഡിഗോ അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.